നമസ്കാരം. ശംഖുപുഷ്പം. ഒട്ടുമിക്ക വീടുകളിലും തൊടികളിലും ശംഖുപുഷ്പം കാണപ്പെടുന്നു. സാധാരണയായി 2 തരത്തിലുള്ള ശംഖുപുഷ്പമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് നീല കളറിലും മറ്റൊന്ന് വെള്ള കളറിലും. ശംഖുപുഷ്പത്തിനെ അപരാജിത എന്ന നാമത്തിലും അറിയപ്പെടുന്നു. പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ഔഷധങ്ങൾക്കുമായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു. നല്ല തിളച്ചൊരു ഗ്ലാസ് വെള്ളത്തിൽ 5-6 പൂക്കൾ ഇടുക. അരമണിക്കൂറിന് ശേഷം പൂക്കളിലെ നീല കളർ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഈ വെള്ളത്തിനെ നീലച്ചായ എന്നും പറയുന്നു. ഈ നീലച്ചായ കുടിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടുന്നു. ഇത് കുടിക്കുകയാണെങ്കിൽ ഓർമ്മക്കുറവ് മാറുന്നു, ഡിപ്രഷൻ മാറുന്നു, മുഖസൗന്ദര്യം ലഭിക്കുന്നു, സ്കിന്നിന് തിളക്കവും മൃദുത്വവും കിട്ടുന്നതാണ്. അമിതവണ്ണം കുറയുന്നു, കാഴ്ചശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പൂക്കൾ ബട്ടർഫ്ലൈയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. ഇത് നമുക്കൊരു ടോണറായി ഉപയോഗിക്കാം. കുറച്ചധികം പൂക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. എല്ലാ നിറവും ഇളകി കഴിയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം 1/4 ഗ്ലാസ്സായി ഒന്നുവരെ തിളപ്പിക്കുക. അതിനെ തണുപ്പിച്ച് ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ച് നമുക്കതിനെ ഒരു ടോണറായി ഉപയോഗിക്കാം. മുഖക്കുരു, കറുത്ത പാടുകൾ എന്നിവയെല്ലാം മാഞ്ഞു പോകുന്നതിന് ഇത് സഹായിക്കുന്നു. ശംഖുപുഷ്പം കൊണ്ട് ക്രീം ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഈ ചെടിയിൽ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. ഈ ചെടി വീടിൻ്റെ വടക്കുദിശയിൽ നട്ടുപിടിപ്പിച്ചാൽ വീടിന് ഉയർച്ചയും സൗഭാഗ്യവും കൊണ്ടുവരുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പൂക്കൾ ശാസ്താവിന് സമർപ്പിച്ചാൽ ശനിദോഷം മാറുമെന്ന് പറയപ്പെടുന്നു. ശിവഭഗവാനെ ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ലെഗുമിനേസിയ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെടി പയറുവർഗ്ഗത്തിൽ പെട്ടതാണ്. ഇതിൻ്റെ വിത്തുകൾ പാകിയാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ടും ശംഖുപുഷ്പം വളരെ ഉപകാരപ്രദവും പരിപാവനവുമായ ചെടിയാണ്. ഓരോരുത്തരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും പരിപാലിക്കുവാൻ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്